നമസ്കാരം. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കീഴ്ശാന്തിക്ക് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ അയിത്തമെന്ന് വാർത്തകൾ. മെഡിക്കൽ കോഴ അഴിമതിയിൽ ബിജെപി നേതാക്കൾക്കെതിരെ ലോകായുക്തയിൽ ഹർജി. തലസ്ഥാനത്ത് രാഷ്ട്രീയ ആക്രമണം. സ്ത്രീധന നിരോധന നിയമത്തിന്റെ ദുരുപയോഗം തടയണമെന്ന് സുപ്രീം കോടതി. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. നടൻ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മുൻകൂർ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തിയാണ് അപ്പുണ്ണിയുടെ അപേക്ഷ ഹൈക്കോടതി തള്ളിയത്. അപ്പുണ്ണിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആദ്യ റിപ്പോർട്ടിലേക്ക്. അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് ചോദ്യം ചെയ്താലേ അറിയാനാകൂ. നിലവിൽ അപ്പുണ്ണിയെ പ്രതി ചേർത്തിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം കുറ്റാരോപിതൻ ഡ്രൈവർ മാത്രമാണെന്നും ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും അപ്പുണ്ണിയുടെ അഭിഭാഷകൻ വാദിച്ചു. അപ്പുണ്ണി പോലീസുമായി സഹകരിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ അപ്പുണ്ണിക്കെതിരെ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ അഭിഭാഷകൻ നിഷേധിച്ചില്ല. ഗൂഢാലോചനയിൽ പങ്കില്ലെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യലിനെ ഭയക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ചോദ്യം ചെയ്യലിനായി അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ അപ്പുണ്ണിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. അപ്പുണ്ണി ഹാജരായാൽ നിയമാനുസൃതം ചോദ്യം ചെയ്യണം. മൂന്നാം മുറ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് അങ്കമാലി കോടതി നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ മിച്ച ഭൂമി പിടിച്ചെടുക്കാൻ നടപടി ആരംഭിച്ചു. 5 ജില്ലകളിലെ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ നൽകാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ദിലീപിന്റെ കൈവശം 6.67 ഏക്കർ മിച്ചഭൂമിയുണ്ടെന്ന വാർത്ത നൽകിയത് പീപ്പിൾ ടിവിയാണ്. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി ദിലീപ് വാങ്ങിയ ഭൂമിയിൽ പരിധിയിലധികമുള്ള ഭൂമിക്ക് മേൽ മിച്ചഭൂമി കേസെടുക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ലാൻഡ് ബോർഡ് ആരംഭിച്ചത്. ദിലീപിന്റെ ഭൂമി സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകണമെന്ന് കാണിച്ച് ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് അയച്ചു. പീപ്പിൾ ടിവി വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്നാണ് സർക്കാർ നടപടി. രജിസ്ട്രേഷൻ വകുപ്പ് ശേഖരിച്ച ദിലീപിന്റെ ഭൂമിയുടെ പ്രാഥമിക വിവരങ്ങളും നോട്ടീസിനൊപ്പം കളക്ടർമാർക്ക് ലാൻഡ് ബോർഡ് കൈമാറിയിട്ടുണ്ട്. തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലാ കളക്ടർമാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി വിവരങ്ങൾ നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു. രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയ പട്ടികകൾക്കപ്പുറം ദിലീപിനും കുടുംബത്തിനും ഭൂമിയുണ്ടോ, ഭൂമിയുടെ തണ്ടപ്പേർ വിശദാംശങ്ങൾ എന്നിവയാണ് ലാൻഡ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ രേഖകൾ പ്രകാരം 5 ജില്ലകളിലായി ദിലീപിനും കുടുംബത്തിനും 21.67 ഏക്കർ ഭൂമിയുണ്ട്. നിയമാനുസൃത ഭൂപരിധിയായ 15 ഏക്കർ കഴിഞ്ഞാൽ 6.67 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി ദിലീപിന്റെ കൈവശം ഉള്ളത്. ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടിയാണ് ലാൻഡ് ബോർഡ് സ്വീകരിക്കുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. കൊച്ചിയിൽ വൻ കസ്തൂരി വേട്ട. 15 കോടി രൂപയ്ക്ക് കസ്തൂരി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ അങ്കമാലി സ്വദേശിയാണ് പിടിയിലായത്. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ നടത്തിയ റെയ്ഡിലാണ് കോടികൾ വില വരുന്ന കസ്തൂരി പിടിച്ചെടുത്തത്. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കമാലി പാറക്കടവ് സ്വദേശി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അപൂർവവും വിലപിടിപ്പുള്ളതുമായ വസ്തുക്കളാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. 5 കസ്തൂരി, കിങ്ഷെൽ എന്നറിയപ്പെടുന്ന അപൂർവ ഇനം ശംഖ്, ജാക്കൽ ഹോൺ എന്ന് വിളിപ്പേരുള്ള അത്യപൂർവം കുറുക്കന്മാരുടെ തലയിൽ കാണുന്ന കൊമ്പ് എന്നിവ റെയ്ഡിൽ കണ്ടെടുത്തു. 15 കോടി രൂപയ്ക്ക് ഇവ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗോപാലകൃഷ്ണൻ പിടിയിലായത്. ഇവയെല്ലാം മറ്റാരിൽ നിന്നോ ഇയാൾക്ക് ലഭിച്ചതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനാൽ കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്ക് വേണ്ടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 55-കാരനായ ഗോപാലകൃഷ്ണനെ കൂടുതൽ അന്വേഷണത്തിനായി വനം വകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഈഴവ സമുദായത്തിൽപ്പെട്ട കീഴ്ശാന്തിക്ക് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ അയിത്തമെന്ന് റിപ്പോർട്ടുകൾ. ക്ഷേത്രത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന RSS ആണ് ഇതിന് പിന്നിൽ. ഇതുമൂലം ദേവസ്വം ബോർഡിന്റെ നിയമന ഉത്തരവുമായി കാത്തിരിക്കുകയാണ് കായംകുളം സ്വദേശി സുധി എന്ന കീഴ്ശാന്തി. കഴിഞ്ഞ മാസം 19-നാണ് ഉത്തരവ് ലഭിച്ചത്. റിപ്പോർട്ടിലേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് സംഘപരിവാർ സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഈഴവനായ കീഴ്ശാന്തിക്ക് നിയമനം നിഷേധിച്ചതായി പരാതി ഉയരുന്നത്. ചേരാവള്ളി പാലായിൽ സുരേഷ് കുമാറാണ് ബ്രാഹ്മണനല്ലെന്ന കാരണത്താൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയാണ് ഇദ്ദേഹം. പൊതുസ്ഥലം മാറ്റത്തിനിടയിലാണ് ചെട്ടിക്കുളങ്ങരയ്ക്ക് ഇദ്ദേഹത്തെ നിയമിച്ചത്. എന്നാൽ സംഘപരിവാർ സംഘടന ഇദ്ദേഹത്തെ നിയമിക്കുന്നതിനെതിരെ ക്ഷേത്ര ഭരണസമിതി യോഗം വിളിച്ച് പ്രമേയം പാസാക്കിയതായാണ് പരാതി. ഇതേ തുടർന്ന് തൽക്കാലം ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതില്ലെന്നാണ് ദേവസ്വം അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അവിടെയുള്ള ഭാരവാഹികൾ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങൾ അമ്പലത്തിൽ കയറ്റത്തില്ല എന്ന് നമ്മളോട് പറയുന്നത് നമുക്കതൊരു മാനസിക വീട്. അതാണ് ഇങ്ങനെ നമ്മൾ കേട്ടത്തില്ല. അപ്പോൾ ഈ സമുദായത്തിൽ ജനിച്ചു പോയി, എന്തോ ചെയ്യാൻ. മാവേലിക്കര ദേവസ്വം ഗ്രൂപ്പിലെ ശാന്തിലാവണത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ കഴിഞ്ഞ 14-നാണ് മാറ്റി നിയമിച്ച് ഉത്തരവിറക്കിയത്.
സുധീഷ് കുമാറിനെ കൂടാതെ 5 പേരെ കൂടി മാറ്റി നിയമിച്ചെങ്കിലും ബ്രാഹ്മണരായ ഇവർക്കൊക്കെ തന്നെ നിശ്ചയിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ചുമതലയും നൽകി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വയനാട്ടിൽ ആദിവാസി ഭവന നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാർക്കെതിരെ കേസ്. വിവിധ പദ്ധതികളിൽ വീട് നിർമ്മാണം ഏറ്റെടുത്ത് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മുങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ അനുവദിച്ച സഹായധനം ഉപയോഗിച്ച് വീടുപണി പൂർത്തിയാക്കാത്ത 19 കരാറുകാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. കേസിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3776 വീടുകൾ പൂർത്തിയാകാത്ത നിലയിലാണ്. പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച 32 കേസുകളുടെ പുരോഗതി വിലയിരുത്തുവാനും പട്ടികവർഗ വികസന വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത കരാറുകാരുടെ പാനൽ ഉണ്ടാക്കുവാനും തീരുമാനമായിട്ടുണ്ട്. ഭാവിയിൽ ഇതിൽ നിന്നുള്ള കരാറുകാർക്ക് മാത്രമായിരിക്കും വീടുപണി ഏൽപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, വയനാട്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന സ്വാശ്രയ മെഡിക്കൽ കോഴ അഴിമതിയിൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ലോകായുക്തയിൽ ഹർജി. തൃശൂർ സ്വദേശി മുകുന്ദൻ നൽകിയ ഹർജി ലോകായുക്ത കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അതേസമയം കോഴ അഴിമതിയിലെ വിജിലൻസ് അന്വേഷണത്തോട് ബി.ജെ.പി. നേതാക്കൾ സഹകരിക്കാത്തത് അന്വേഷണം വഴിമുട്ടിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന സ്വാശ്രയ മെഡിക്കൽ കോഴ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് കോഴ അഴിമതിയിൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ലോകായുക്തയിൽ ഹർജി വന്നിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, ബി.ജെ.പിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കോഴ അഴിമതിയിലെ പ്രധാന ആരോപണ വിധേയൻ ആർ.എസ്. വിനോദ് എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി പി.എൻ. മുകുന്ദനാണ് ലോകായുക്തയെ സമീപിച്ചത്. ബി.ജെ.പി. നേതാക്കൾ പങ്കാളികളാണെന്ന് പരാമർശിക്കുന്ന കോഴ അഴിമതി അന്വേഷണ റിപ്പോർട്ടിന്റെ 4 പേജുള്ള പകർപ്പ് ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചു. പാറ്റൂർ കേസിലെ അഭിഭാഷകൻ സുരേഷ് ബാബു മുഖേനയാണ് ലോകായുക്തയിൽ ഹർജി നൽകിയത്. ലോകായുക്ത നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികൾ പൊതുപ്രവർത്തകരാണ്. അതിനാൽ തന്നെ അവർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാമെന്നുള്ളതിനാലാണ് ലോകായുക്തയിൽ പരാതി എത്തിയത്. ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അതേസമയം ബി.ജെ.പി. നേതാക്കൾ പ്രതിക്കൂട്ടിലായിരിക്കുന്ന കോഴ അഴിമതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണവുമായി ബി.ജെ.പി. നേതാക്കൾ സഹകരിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മൊഴി നൽകണമെന്ന് കാട്ടി വിജിലൻസ് അയച്ച നോട്ടീസ് കൈപ്പറ്റാൻ പോലും ബി.ജെ.പി. നേതാക്കളായ കെ.പി. ശ്രീശൻ, എ.കെ. നസീർ, മുൻ ബി.ജെ.പി. ഭാരവാഹി ആർ.എസ്. വിനോദ് എന്നിവർ തയ്യാറായില്ല. തുടർന്ന് ഇവരുമായി വിജിലൻസ് എസ്.പി. ഫോണിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണവുമായി സഹകരിക്കേണ്ട എന്ന നിലപാടിലുറച്ചാണ് ഇവർ. ഇതിനിടെ വിജിലൻസിന് മൊഴി നൽകിയ കോളേജ് ഉടമ ആർ. ഷാജി ബി.ജെ.പി. നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി. ഈ പശ്ചാത്തലത്തിൽ വിജിലൻസ് അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ്. അഴിമതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശുപാർശ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന നിലപാടിലാണ് വിജിലൻസ് അന്വേഷണ സംഘം. അതേസമയം ലോകായുക്തയിലെ ഹർജിയിൽ നേതാക്കൾക്കെതിരെ കോടതി അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോഴ അഴിമതിയിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് ഭീഷണിയായി ആർ.എസ്.എസ്. നേതൃത്വത്തിന്റെ വിവരശേഖരണം. ബി.ജെ.പി. സംസ്ഥാന നേതാക്കളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സംബന്ധിച്ച് വ്യാപക ആക്ഷേപമുയർന്ന പശ്ചാത്തലത്തിലാണ് ആർ.എസ്.എസ്. കേന്ദ്ര നേതൃത്വം നേതാക്കളുടെ ആസ്തിയെക്കുറിച്ച് വിവരശേഖരണം നടത്തുന്നത്. ആർ.എസ്.എസ്. കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയ സംഘടനാ ഭാരവാഹികൾ അടുത്ത 2 ദിവസങ്ങളിലായി സംസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. സ്വാശ്രയ മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് കൂനിൽമേൽ കുരു എന്ന പോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആർ.എസ്.എസ്. വിവരശേഖരണം. ബി.ജെ.പി. നേതാക്കൾ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. കൂടാതെ സംസ്ഥാന നേതാക്കളിൽ ചിലർ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനങ്ങൾ സ്വന്തമാക്കി, കോടികൾ വില വരുന്ന വീട് വെച്ചു എന്നിങ്ങനെയുള്ള നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ആർ.എസ്.എസ്. പ്രാന്ത കാര്യവാഹക് ഹരികൃഷ്ണൻ ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. ബി.ജെ.പി. സംസ്ഥാന നേതാക്കളുടെ ആസ്തി സംബന്ധിച്ച കണക്കും വിവരശേഖരണവും കൃത്യതയോടെ നടത്തി റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ ആർ.എസ്.എസ്. പ്രാന്തീയ കാര്യകാരി സദസ്യൻ വത്സൻ തില്ലങ്കരി, ആർ.എസ്.എസ്. പ്രാന്ത പ്രചാരക് പി.ആർ. ശശിധരൻ എന്നിവരെ കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 2 നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലെത്തി വിവരശേഖരണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കും. ബി.ജെ.പി. സംസ്ഥാന നേതാക്കളുടെ അഴിമതി വിഷയവും ആസ്തിയും സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്ന കത്തും വിവാദമായിട്ടുണ്ട്. ഇതും കൂടി കണക്കിലെടുത്താണ് ആർ.എസ്.എസ്. അന്വേഷണം നടത്തുന്നത്. പാലക്കാട്ടെ ഒരു പ്രമുഖ ആശുപത്രിയിലെ 2 കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ജില്ലയിലെ ഒരു സംസ്ഥാന സെക്രട്ടറി 4 കോടി രൂപ വാങ്ങി
തൃശൂർ ജില്ലയിലെ ഒരു പ്രമുഖ നേതാവ് 5 കോടി മുതൽ മുടക്കിൽ ഒരു ടൈൽ ഫാക്ടറി വാങ്ങി തുടങ്ങി BJP നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന വിവാദ കത്തിലെ ആരോപണങ്ങളും RSS നേതാക്കൾ പരിശോധിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുൻപ് 4 സ്യൂട്ട് കേസുകളിലായി ഒരു നേതാവ് കോടിക്കണക്കിന് രൂപ കടത്തിയെന്ന പരാതിയും RSS മുഖവിലക്കെടുത്തിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM-ന് നേർക്ക് തലസ്ഥാനത്ത് വ്യാപക RSS ആക്രമണം. കോടിയേരിയുടെ അടക്കം നേതാക്കളുടെ വീടുകൾ ആക്രമിച്ചു. SFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേർക്ക് ബോംബേറ്. യുവമോർച്ച നേതാവ് ഉൾപ്പെടെ 6 പേർ കസ്റ്റഡിയിലായി. BJP ഓഫീസ് ആക്രമിച്ചതിന് കൗൺസിലർ IP ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 3 ദിവസത്തേക്ക് തലസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 3 മണിയോടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും കുടുംബവും താമസിക്കുന്ന മരുതംകുഴിയിലെ വീടിന് നേരെ RSS പ്രവർത്തകർ ആക്രമണം നടത്തിയത്. അക്രമികൾ വീടിന്റെ ജനൽ ചില്ലുകളും വാഹനങ്ങളും അടിച്ചു തകർത്തു. BJP നടത്തുന്ന അക്രമം അപലപനീയമാണെന്ന് കോടിയേരി പറഞ്ഞു. അക്രമത്തിലൂടെ അഴിമതിക്കെതിരായുള്ള CPIM-ന്റെ പോരാട്ടം അവസാനിപ്പിക്കാനാകില്ലെന്നും BJP-യുടെ പേരിലുള്ള അഴിമതി മറയ്ക്കാനാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്നും കോടിയേരി പ്രതികരിച്ചു. ഇതവരുടെ സംസ്ഥാന നേതൃത്വം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന സംഭവങ്ങളാണ്. RSS-ന്റെ നേതൃത്വമാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വഴി CPM അഴിമതിക്കെതിരായി നടത്തുന്ന പോരാട്ടത്തെ ദുർബലപ്പെടുത്താമെന്ന് RSS കരുതേണ്ടതില്ല. സംഭവം അറിഞ്ഞ് വിവിധ നേതാക്കളാണ് ബിനീഷിന്റെ വീട്ടിലെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ CPIM നേതാക്കളുടെ വീടും RSS-കാർ ആക്രമിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാട്ടാക്കട ശശി, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം IP ബിനു, കൗൺസിലർമാരായ കരമനഹരി, പുഷ്പലത, റസിയ ബീഗം, DYFI നേതാവ് ഉണ്ണി, CPIM ചാല ഏരിയ സെക്രട്ടറി സുന്ദർ തുടങ്ങി 15ഓളം നേതാക്കളുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. നിരവധി വാഹനങ്ങളും തകർക്കപ്പെട്ടു. അക്രമി സംഘം വീട്ടിലുണ്ടായിരുന്ന പ്രായമായവരെയും സ്ത്രീകളെയും കുട്ടികളെയും അടിച്ചു വീഴ്ത്തി. നിരവധി പേർ ആശുപത്രിയിലാണ്. ആക്രമണം നടത്തിയവരിൽ സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആക്രമണങ്ങളുടെ തുടർച്ചയായി BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടു. BJP ഓഫീസിന് നേരെ നടന്ന ആക്രമണം തടയാത്തതിന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ജില്ലയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് ജില്ലയിലെ എല്ലാ പാർട്ടി ഓഫീസുകൾക്കും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും കൊടിതോരണങ്ങളും കൊടിമരങ്ങളും എടുത്തുമാറ്റാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ SFI സംസ്ഥാന ഓഫീസിന് നേരെ RSS-കാർ എറിഞ്ഞ ബോംബ് പൊട്ടാത്തതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ത്രീധന നിരോധന നിയമത്തിന്റെ ദുരുപയോഗം തടയണമെന്ന് സുപ്രീം കോടതി. നിജസ്ഥിതി വ്യക്തമാകാതെ അറസ്റ്റോ നടപടിയോ പാടില്ലെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സ്ത്രീധന നിരോധന നിയമം 498A വ്യാപകമായി ദുരുപയോഗിക്കുന്നതായാണ് കോടതിയുടെ നിരീക്ഷണം. സ്ത്രീധന നിയമം വ്യാപകമായി ദുരുപയോഗിക്കുന്നുണ്ടെന്നും ദുരുപയോഗം തടയണമെന്നുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സ്ത്രീധന കേസുകളിലെ നിജസ്ഥിതി വ്യക്തമാകാതെ അറസ്റ്റോ നടപടിയോ പാടില്ലെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. കേസുകളുടെ നിജസ്ഥിതി പരിശോധിക്കാൻ ഓരോ സംസ്ഥാനത്തിലും കുടുംബക്ഷേമ സമിതികൾക്ക് രൂപം നൽകാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്ത്രീധന നിരോധന നിയമം വകുപ്പ് 498A വ്യാപകമായി ദുരുപയോഗിക്കുന്നതായും ഭർത്താവിനെയും ബന്ധുക്കളെയും കേസിൽപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായും കോടതി നിരീക്ഷിച്ചു. പോലീസിനും കോടതിക്കും ലഭിക്കുന്ന പരാതികൾ കൈമാറേണ്ടത് കുടുംബക്ഷേമ സമിതികൾക്കാണ്. കുടുംബക്ഷേമ സമിതി 1 മാസത്തിനുള്ളിൽ പരാതിക്കാരുമായി സംസാരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. പരാതിയുടെ നിജസ്ഥിതി കണ്ടെത്തിയ ശേഷം മാത്രമേ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ പാടുള്ളൂവെന്നും കോടതി പറഞ്ഞു. സ്ത്രീധന നിരോധന നിയമം, ഗാർഹിക പീഡന നിയമം എന്നിവ വഴി കുറ്റം ചെയ്യാത്തവരുടെ മനുഷ്യാവകാശം ഹനിക്കപ്പെടുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്ന് ജസ്റ്റിസുമാരായ AK ഗോയൽ, UU ലളിത് എന്നിവരുൾപ്പെട്ട സുപ്രീം കോടതി ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ പലതും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക്. പെരിന്തൽമണ്ണ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റിയുടെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. കണക്കുകളിൽ തിരിമറി നടത്തി സൊസൈറ്റിയുടെ ഭാരവാഹികളാണ് കൊള്ള നടത്തിയത്. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പേരിൽ പോലും ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചതിനും തെളിവുകൾ ലഭ്യമാണ്. മുസ്ലിം സമുദായത്തിലെ പിന്നാക്കക്കാരുടെ ക്ഷേമത്തിനെന്ന പേരിലാണ് പെരിന്തൽമണ്ണയിൽ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി രൂപീകരിച്ച് വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. സൊസൈറ്റി നിയമമനുസരിച്ചുള്ള ഓഡിറ്റിംഗ് പോലും പിന്നെ നടന്നില്ല. ഫീസിനത്തിൽ കൈപ്പറ്റിയ വരവുകൾ എഴുതിവച്ചില്ല. സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ സഹായത്തോടെ ലക്ഷങ്ങൾ കമ്മിറ്റി ഭാരവാഹികൾ അടിച്ചുമാറ്റി. പ്രസിഡന്റായിരുന്ന C മുസ്തഫയും കമ്മിറ്റി അംഗങ്ങളായ P അലിക്കുട്ടി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി എന്നിവർ ചേർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പേരിൽ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങി പണം നിക്ഷേപിച്ചിട്ടുണ്ട്.
ഞാൻ ഈ എഗ്രിമെൻ്റ് ചെന്ന സമയത്ത് പലരും പറഞ്ഞിരുന്നു, പല വ്യക്തികളും 30 ലക്ഷം 40 ലക്ഷം ഓരോരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെ 11,000 15,000 ഒക്കെ ശമ്പളം വാങ്ങുന്ന സ്റ്റാഫുകളുടെ അക്കൗണ്ടിൽ ഒരു കൊല്ലം ട്രാൻസ്ഫർ ചെയ്ത് 1 കോടി 1.5 കോടിയുടെയൊക്കെ ഇടപാടുകൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നടത്തിപ്പിൽ പരാതി ഉയർന്നതോടെ കൊള്ളസംഘമായി മാറിയ കമ്മിറ്റി പുതുക്കിയെങ്കിലും പ്രസിഡന്റ് ട്രഷററായി. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തൃശൂർ ഏങ്ങണ്ടിയൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വിനായകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. പാവറട്ടി പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു. സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി അകാരണമായി യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്ന പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്നും വിനായകനെ മർദ്ദിച്ച പാവറട്ടി സ്റ്റേഷനിലെ CPOമാരായ ശ്രീജിത്തിനും സാജനുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പാവറട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന വിനായകന്റെ മരണത്തിന് ഉത്തരവാദികൾ പോലീസുകാർ ആണെന്നും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീജിത്ത്, സാജൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറി PB അനൂപ് പറഞ്ഞു. നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. പോലീസ് സേനയിലെ അപൂർവം ചില ക്രിമിനലുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഡിവൈഎഫ്ഐയുടെ പരാതി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പരാതി കൂടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം ജൂലൈ 18-നാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ വിനായകനെ കണ്ടെത്തിയത്. വിനായകന് പോലീസ് മർദ്ദനം ഏറ്റുവെന്ന ബന്ധുക്കളുടെ ആരോപണത്തിൽ നടന്ന അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ CPOമാരായ ശ്രീജിത്തിനെയും സാജനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. മർദ്ദനമേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. ഇതോടെയാണ് കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കി കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് രാജിവെച്ചു. പനാമ അഴിമതി കേസിൽ നവാസ് ഷെരീഫിനെ അയോഗ്യനാക്കി പാക് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നിരുന്നു. ഷെരീഫിനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ കോടതി ഉത്തരവുണ്ടായി. ഇതിനെ തുടർന്നാണ് രാജി. പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനും കുടുംബങ്ങൾക്കുമെതിരായ പാനമ അഴിമതി കേസ് സുപ്രീംകോടതി ശരിവച്ചു. ഷെരീഫിനും കുടുംബത്തിനുമെതിരെ കേസെടുത്ത് വിചാരണ ചെയ്യാനും സുപ്രീംകോടതി ഉത്തരവിറക്കി. ജസ്റ്റിസ് ഇജാസ് അഫ്സൽ ഖാൻ അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഐക്യകണ്ഠേനയാണ് വിധി പറഞ്ഞത്. നവാസ് ഷെരീഫിനെതിരെ ക്രിമിനൽ കേസെടുക്കാനും കോടതി ഉത്തരവിട്ടു. ഷെരീഫിനെ സുപ്രീംകോടതി അയോഗ്യനാക്കിയതിനെ തുടർന്ന് അദ്ദേഹം പാക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. 90കളിൽ പ്രധാനമന്ത്രിയായിരിക്കെ ഷെരീഫ് നടത്തിയ അഴിമതികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പാനമ രേഖകളിലൂടെ പുറത്തുവന്നത്. കള്ളപ്പണ ഇടപാട് നടത്തിയില്ലെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്ന പരാതിയിലാണ് വിധി. ഷെരീഫിനെതിരെ കേസെടുക്കണമെന്നും പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കണമെന്നും ആവശ്യപ്പെട്ട് മുൻ ക്രിക്കറ്റ് താരവും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് നേതാവുമായ ഇമ്രാൻഖാനാണ് പരാതി നൽകിയിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. ഹോസ്റ്റൽ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ആരംഭിച്ച അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കാൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിൽ വൈസ് ചാൻസലർ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ഈ മാസം 18 മുതൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. 1 വർഷത്തിനുള്ളിൽ 3 ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ നിർമ്മാണം തുടങ്ങുമെന്നും തൽക്കാലം 3 പേർ വീതം നിലവിലുള്ള ഹോസ്റ്റൽ മുറികളിൽ കഴിയണമെന്നും അധികൃതരുടെ നിർദ്ദേശം വിദ്യാർത്ഥികൾ നിരാകരിച്ചു. ഒരു പ്രതിഷേധ കാഴ്ച. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി സമരം അവസാനിപ്പിക്കുവാൻ ചർച്ച നടത്തിയത്. ഹോസ്റ്റൽ പ്രശ്നത്തിന് പരിഹാരമായി 2 നിർദ്ദേശങ്ങൾ VC യോഗത്തിൽ അവതരിപ്പിച്ചു. ലഭ്യമായ ഹോസ്റ്റൽ മുറികളിൽ 2-ന് പകരം 3 വീതം വിദ്യാർത്ഥികൾ താമസിക്കുക, അല്ലെങ്കിൽ ക്യാമ്പസിന് പുറത്ത് സ്വകാര്യ കെട്ടിടങ്ങൾ കണ്ടെത്തി വിദ്യാർത്ഥികൾ താമസിക്കണം. വാടക വിദ്യാർത്ഥികൾ തന്നെ നൽകണം. ഫർണിച്ചർ, വാഹന സൗകര്യങ്ങൾ സർവകലാശാല ഏർപ്പെടുത്തും. ഈ 2 നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾ തള്ളി. സമരം തുടരുവാൻ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചു. ഇപ്പോൾ പറഞ്ഞത് പരിഹാരമൊന്നും ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. അതൊരു ജസ്റ്റ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവത്തിന് ഒന്നുകൂടെ വലിയ ആൾക്കാരായിട്ട് കൂട്ടി വിളിച്ച് പറഞ്ഞു തന്നെയാണ്. യൂണിവേഴ്സിറ്റിക്ക് ഇതുവരെ ഒരു രീതിയിലുള്ള നാശനഷ്ടമോ സമയനഷ്ടമോ ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളിവിടെ ചെയ്യുന്നത് വളരെ സമാധാനപൂർണ്ണമായിട്ട് പഠിക്കാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പഠിച്ചാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവകാശം വേണോ എന്നുള്ളത് മുന്നോട്ട് നിർത്തി ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് ചർച്ചയിൽ എത്രയും പെട്ടെന്ന് ക്ലാസുകൾ തുടങ്ങുക എന്നുള്ളതാണ്. അതിനെ അവരിതുവരെ അനുഭവപൂർവ്വം പരിഗണിച്ചിട്ടില്ല. ക്യാമ്പസ് അടച്ചുപൂട്ടിയ നടപടി പിൻവലിക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അധികൃതരും തള്ളി. സമരം അവസാനിപ്പിച്ചാൽ മാത്രമേ ക്യാമ്പസ് പ്രവർത്തനം പുനരാരംഭിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് സർവകലാശാല അധികൃതർ. രജിസ്ട്രാർ A. രാധാകൃഷ്ണൻ 3 ഹോസ്റ്റലുകൾ ഈ വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കും എന്നുള്ള കാര്യം കുട്ടികളോട് അറിയിക്കുകയുണ്ടായി. താൽക്കാലികമായിട്ട് സൊല്യൂഷൻ ഒന്നും പൂർണ്ണമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. കുട്ടികളുമായിട്ടുള്ള ചർച്ചയിൽ 2 ഓപ്ഷൻ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
അത് കുട്ടികൾ ചർച്ച ചെയ്തിട്ട് നമ്മളോട് അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമരസമിതി യോഗം ചേർന്ന് പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ മിസോറാം സർക്കാർ കേരളത്തിൽ ലോട്ടറി വിൽക്കാൻ നടത്തിയ നീക്കം നിയമവിരുദ്ധമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കേന്ദ്ര സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന ചട്ടങ്ങളുടെ ലംഘനമാണിത്. നിയമം പാലിക്കാതെ ലോട്ടറി വിൽക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ട് കൂടി കാണാം. നമസ്കാരം. കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ടാണ് മിസോറാം സർക്കാരിന്റെ ലോട്ടറിയുടെ പരസ്യം സംസ്ഥാനത്തെ പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്നത്. കേന്ദ്ര സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന ചട്ടങ്ങൾ ലംഘിക്കുന്ന നടപടിയാണ് മിസോറാം സർക്കാരിന്റേത് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇത് സംബന്ധിച്ചുള്ള യാതൊരു അറിയിപ്പും മിസോറാം സർക്കാർ കേരളത്തിന് നൽകിയിട്ടില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വ്യക്തമാക്കി. മിസോറാം സർക്കാർ ഇതിന്റെ സ്കീമും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കേരളത്തെ അറിയിക്കുന്നവരെ ഈ പരസ്യത്തിൽ കണ്ടതുപോലെ 7-ാം തീയതി ഡ്രോ നടത്തുന്നതൊക്കെ നിയമവിരുദ്ധമായിരിക്കും. ആ ടിക്കറ്റുകൾ വിൽക്കുന്നതും അത് തെറ്റായിരിക്കും. ഞങ്ങളുടെ നിലപാട് ഇതൊരു കബളിപ്പിക്കലാണ്. വിൽപ്പനയ്ക്കായി കേരളത്തിലെത്തിക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം, മൂല്യം, വിൽപ്പനക്കാരുടെയും ഉപ ഏജന്റുമാരുടെയും വിശദാംശങ്ങൾ, ലോട്ടറി സ്കീം എന്നിവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതുണ്ട്. ഇത്തരം നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടി സർക്കാർ സ്വീകരിക്കും. നിയമവിരുദ്ധമായി ലോട്ടറി വിൽക്കുന്നവരെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ടാക്സുകാര് ഈ ടാക്സ് ചട്ടം പാലിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് പിടിച്ചെടുക്കും. ഞാനൊരു സംശയം. കേരള സർക്കാരിന്റെ ലോട്ടറി വിൽക്കുന്ന ഏജന്റുമാർക്ക് അന്യസംസ്ഥാന ലോട്ടറി വിൽക്കാൻ കഴിയില്ല. അത്തരക്കാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് സർക്കാർ തീരുമാനം. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധമുള്ള ഏജന്റുമാർക്ക് നോട്ടീസ് നൽകും. നിലവിൽ മിസോറാം സർക്കാരിന്റെ നിയമലംഘനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനും മിസോറാം സർക്കാരിനും സംസ്ഥാനം കത്തയക്കും. നിയമലംഘനമുണ്ടെങ്കിൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.